അവർ ആ മുറിവിന്റെ ആഴം നോക്കി അത് ചെയ്തില്ല. അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആരും വന്ന് എന്താന്ന് പോലും തിരക്കില്ല. പട്ടി ഇവിടെ വന്നത് തള്ള ഓട്ടിച്ച് അങ്ങോട്ട് വിട്ടു. മോൾ ഒന്നരയിലെ കട്ടിലെടുത്ത് അങ്ങോട്ട് നിന്നത്. അന്നേരം അത് സംഭവിച്ചു. പട്ടി അങ്ങ് തെള്ളിയിട്ടെന്ന് തോന്നുന്നു കുഞ്ഞിന്. എന്നിട്ട് ഇവിടെ കടിച്ചു പറിച്ചെടുത്തു. ഈ പ്രദേശത്തൊക്കെ അറവ് മാലിന്യം ഡംപ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവിടുത്തെ തദ്ദേശ ഭരണ അധികാരികളോടൊക്കെ തന്നെ പരാതി പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല. SIT പോയി ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ തലമണ്ടയ്ക്കകത്ത് പിന്നെ വിഷം കയറി. അവർ പറഞ്ഞ് ഈ കടിച്ചുടർന്ന് വരമ്പില കടിച്ചിരിക്കുന്നത്. അന്നേരം തന്നെ വിഷം മേളിൽ കയറി. പിന്നീടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. കഴി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയി. ഇവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ പുനലൂർ കൊണ്ടുപോയി. പിന്നെ അവിടെയും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ. എല്ലാവർക്കും നമസ്കാരം. അതിദാരുണമായ ഒരു സംഭവത്തിന് തന്നെയാണ് ഇന്ന് കൊട്ടാരക്കര കുന്നിക്കോട് എന്ന ഗ്രാമം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അങ്ങേറ്റം വേദനയോടുകൂടി തന്നെയാണ് ഈ 7 വയസ്സുകാരിയായ നിയ ഫൈസൽ എന്ന പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-നായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. താറാവിനെ ഓടിച്ച് വന്ന സമയത്ത് ഇത്തരത്തിൽ നായ് ആക്രമിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയെ. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ പ്രദേശത്തൊക്കെ അറവ് മാലിന്യം ഡംപ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവിടുത്തെ തദ്ദേശ ഭരണ അധികാരികളോടൊക്കെ തന്നെ പരാതി പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 7 വയസ്സുകാരിയായ നിയ ഫാത്തിമയ്ക്ക് ഈ ശരീരത്തിലുണ്ടായ മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കണക്കിലെടുക്കാനായി ഇവിടുത്തെ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരോ ഒന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു വലിയ ദാരുണമായ സംഭവത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്റെ മോളാ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഞാൻ അപ്പുറത്താ താമസിക്കുന്നത്. പിന്നെ വന്നി ശരിക്കും ക്വാറന്റൈൻ അല്ലേ മോള്? അവളെ വരുത്തണം. ഇനിയിപ്പം ഞങ്ങക്ക് 40 ദിവസം ഇരിക്കേണ്ടത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 40 ദിവസം ഇരിക്കണം. പിന്നെ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം ഇഷ്ടം പോലുണ്ട് ഇവിടെ. അതുപോലെ കാട്ടിനകത്താ കിടക്കുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഇനിയെങ്കിലും ഉണ്ടാവും. കുഞ്ഞ് താറാവിനെ ഓടിക്കാൻ വന്നതായിരുന്നു. താറാവല്ല, പട്ടി ഇവിടെ വന്നത് തള്ള ഓട്ടിച്ച് അങ്ങോട്ട് വിട്ടു. മോൾ ഒന്നരയിലെ കട്ടിലെടുത്ത് അങ്ങോട്ട് നിന്നത്. അന്നേരം അത് സംഭവിച്ചു. പട്ടി അങ്ങ് തെള്ളിയിട്ടെന്ന് തോന്നുന്നു കുഞ്ഞിന്. എന്നിട്ട് ഇവിടെ കടിച്ചു പറിച്ചെടുത്തു. അവര് പെട്ടെന്ന് കൊണ്ടുപോയി. ഇവിടെ വെച്ച് ജോലിക്കാരെല്ലാം കൂടെ വന്ന് കഴി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയി. ഇവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ പുനലൂർ കൊണ്ടുപോയി. പിന്നെ അവിടെയും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയി. പക്ഷെ ആ ഇഞ്ചക്ഷൻ എടുത്തൊന്നും തന്നെ ഫലം പെട്ടില്ല. അതാ വിഷമമായി പോയത്. അതെന്തൊരു ഇഞ്ചക്ഷൻ എടുത്തോ ഏതെടുത്തോ നമുക്കൊന്നും അറിയാൻ വയ്യ. ഇല്ലേ പിന്നെ ഇങ്ങനെ വരത്തില്ല. എന്നാലും പിന്നെ മരുന്ന് ചെയ്താലും 3 മാസം കഴിഞ്ഞിട്ടേ വിഷം ഇളവത്തുള്ളൂ. ഇത് 22 ദിവസമായപ്പോൾ കുഞ്ഞിന് അങ്ങ് പേളവിക്കണം. നിയ ഫൈസൽ എന്ന 7 വയസ്സുകാരിയുടെ സ്വന്തം ഉപ്പയാണ് കൂടെയുള്ളത്. ശരിക്കും അദ്ദേഹത്തോട് ഈ ഒരു സമയത്ത് ചോദിക്കുന്നത് വളരെയധികം വേദനയാണ്. എങ്കിൽ പോലും ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഈ കഴിഞ്ഞ ഏപ്രിൽ 8-നായിരുന്നല്ലോ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. അതിനുശേഷം കുഞ്ഞിന് എന്തൊക്കെ ലക്ഷണങ്ങൾ? അതിനുശേഷം കടിച്ച ഉടനെ നമ്മൾ പിന്നെ ഹെൽത്തിൽ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അവർ മുറിവ് പരിശോധിക്കുന്നില്ല. അതിൻ്റെ മേളിൽ ഓയിൽമെന്റ് തേച്ച് അത് കെട്ടി അങ്ങ് കൊടുത്തു. നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ അവർക്ക് മുറിവ് കാണാമല്ലോ. പിന്നെ ഭയങ്കരമായ ആഴത്തിലുള്ള മുറിവായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ് കൊല്ലത്ത് പിന്നെ ആസ്പത്രി കാണിച്ചാൽ അവിടെ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി അവിടെ പരിശോധിച്ചു. അവർ മുറിവ് പരിശോധിച്ചില്ല. അത് ഓയിൽമെന്റ് പിന്നെ പുരട്ടി മഞ്ഞ കളർ വരുന്നത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും മുറിവ് അവർ ബ്ലഡ് പരിശോധിക്കുകയും മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിന് വീണ്ടും അടുത്ത ഡേറ്റ് ആയപ്പോൾ വീണ്ടും കൊണ്ടുപോയി കാണിച്ചു. പിന്നെയും കെട്ടി കൊടുത്തു വിട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് പനിയായപ്പോഴത്തേക്ക് പിന്നെ ഇനി അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ നേരെ SIT പോയി ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ തലമണ്ടയ്ക്കകത്ത് പിന്നെ വിഷം കയറി. അവർ പറഞ്ഞ് ഈ കടിച്ചുടർന്ന് വരമ്പില കടിച്ചിരിക്കുന്നത്. അന്നേരം തന്നെ വിഷം മേളിൽ കയറി. പിന്നീടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. താലൂക്ക് ആശുപത്രി അവർ ആ നല്ല രീതിയിൽ പരിശോധിച്ചിരുന്നെങ്കിൽ അതില്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അവർ ആ മുറിവിന്റെ ആഴം നോക്കി അത് ചെയ്തില്ല. അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആരും വന്ന് എന്താന്ന് പോലും തിരക്കില്ല. ഒരു ആസ്പത്രിയിൽ നിന്ന് ആരും വന്നില്ല. ഈ കാരണം ഇതിന്റെ തൊട്ടപ്പുറത്തൊരു ഓടയുണ്ട്, വലിയൊരു തോട്. ആ തോട്ടിലാണ് ഈ പരിസരത്ത് കണ്ടിരിക്കുന്ന കംപ്ലീറ്റ് അറുവുമാരുടെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. ഇത് തിന്നാൻ വേണ്ടി ഈ പട്ടികൾ മൊത്തവും സെറ്റായിട്ട് ഇവിടെ വരും. വന്ന് തിന്നിട്ട് ഓരോ അയ്യത്ത് കയറി ഇങ്ങനെ കിടക്കുക. ഇപ്പോഴാണ് ആ വീട് വെച്ചതിന് ശേഷമാണ് ഇപ്പൊ അവിടെ കയറി കിടക്കുക ഒരു 10 എണ്ണം പ്രസവിച്ച പട്ടികൾ. അതിപ്പോഴും പ്രസവിച്ച അവിടെ പെരുകി വരേണ്ട ഒരു പട്ടി പ്രസവിച്ച് 8 എണ്ണം ഉണ്ട്. അത് അവിടെ കിടക്കുക.
പക്ഷെ ആര് നോക്കാനാ? പഞ്ചായത്തിൽ പറഞ്ഞാൽ ഫലമില്ല. ഈ തോട്ടിൽ കൂടെ അറവ് മാലിന്യം നമ്മൾ ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്താണെന്ന് നമുക്കും അറിയത്തില്ല. പട്ടികളെ വലിച്ച് ഒന്നീ കരയെ കൊണ്ടുപോകും, വെള്ളം കൂടുതലാണെങ്കിൽ അത് സെറ്റായിട്ട് ഒഴുകി അങ്ങ് താഴെ പോകും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞങ്ങളൊരു തൊട്ടടുത്തൊരു കടയിൽ അവിടെ തോടിൻ്റെ സൈഡിൽ പരാതി പറഞ്ഞിട്ടങ്ങ് ഒരു നടപടി ഒരു നടപടി എടുക്കുന്നില്ല ആരും. ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിയ ഫൈസൽ എന്ന് പറയുന്ന 7 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവനാണ് ശരിക്കും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ശരിക്കും വളരെയധികം വേദനയോട് കൂടി തന്നെയാണ്. കാരണം ഈ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും വീടിന് സമീപത്തുള്ള ഒരു തോടിലൂടെ ഇത്തരത്തിൽ മാലിന്യം ഡംപ് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റുകളൊക്കെ കഴിക്കാൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇതിനെപ്പറ്റി യാതൊരു രീതിയിലുള്ള നടപടിയും എടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3ഓളം കുഞ്ഞുങ്ങൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായി ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ നടപടിയെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ദിൽവൻസൻ, വിസ്മയ ന്യൂസ്.